നിയമസഭയിൽ ചെയറിനെ ചോദ്യം ചെയ്യാനും സ്പീക്കറെ വ്യക്തിപരമായി വിമർശിക്കാനും മുതിർന്ന MLA കെ രാജന് സഭാധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നും കടുത്ത ശാസന. സഭയിൽ സ്വയം ആളാവാൻ നോക്കിയ രാജന് കൃത്യമായ മറുപടി നൽകി സ്പീക്കർ നാണം കെടുത്തി വിടുകയായിരുന്നു. തന്റെ വോക്കൌട്ട് പ്രസംഗത്തിനിടെയാണ് കെ രാജൻ സ്പീക്കറുടെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സഭാ നടപടികൾക്കിടയിൽ സ്പീക്കർ ഇടപെട്ട് നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് പുറത്തു പോകുന്നതെന്നും ഇത് ട്രോളുകൾക്കും കാരണമാകുന്നുണ്ടെന്നും രാജൻ സഭയിൽ ആരോപിക്കുകയുണ്ടായി. ചെയറിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച ഈ പരാമർശം സഭയിൽ വലിയ നാടകീയ രംഗങ്ങൾക്കാണ് വഴി തുറന്നത്. എന്നാൽ കെ രാജൻ തന്റെ പ്രസംഗം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശക്തമായി ഇടപെടുകയും കടുത്ത ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തു. വോക്കൌട്ട് പ്രസംഗത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് സഭാധ്യക്ഷനായ ചെയറിനെ അപമാനിക്കുന്ന പണി സഭയ്ക്കുള്ളിൽ വെച്ചു പുറപ്പിക്കില്ലെന്ന് സ്പീക്കർ വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. അവസാനം നാണം കെട്ട് പുറത്തു പോകുന്ന കെ രാജനെയാണ് സഭയിൽ കണ്ടത്. ആ വീഡിയോ ഒന്ന് കാണാം. അങ്ങ് ധാരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്. ശ്രീ രാജൻ, അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വോക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. ഞാൻ അങ്ങയുടെ ഞാൻ പറയും സാർ, അതെന്റെ അവകാശമാണ്. ഈ സഭയിലെ ഒരു അംഗത്തിന്റെ അവകാശമാണ്. അങ്ങുൾപ്പെടെ നയിക്കുന്ന ഈ സഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രീകരിച്ചും പാലിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയാൽ കൊടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലും കേന്ദ്രം ഇതുപോലെ പണം തരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലും കേന്ദ്രം പല കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ സമയാസമയത്ത് അത് കൊടുക്കാതെ വന്നാൽ അത് നിർബന്ധമായും കൊടുക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത് കിട്ടിയാൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും 6000 രൂപ പോകുന്ന പോക്കിലാണ് എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നതും നിലവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഈ മറുപടിയിൽ അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ, ഞാനും എന്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക.